സ്ഥാനാർത്ഥി റെഡിയാണ്. രാവിലെ 7 മണിക്കാണോ? ഇന്നിപ്പോ 7 മണിക്ക്. ഇന്ന് പോത്തുകല്ലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സ്വന്തം നാട്ടിലേക്കാണ് അല്ലേ? അതെ അതെ, അതാണ് ശരിക്കും ജന്മനാട്. ശരിക്കും ജന്മനാട്. അതാന്ന് വെച്ചാൽ അവിഭക്ത ചുങ്കത്തറ പഞ്ചായത്തായിരുന്നു ഞാൻ ജനിച്ചു വളരുന്ന കാലം. ഞങ്ങൾ ഈ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വരാജിൽ നിന്ന് അന്നിവിടെ പഞ്ചായത്തുകളുടെ എണ്ണം കുറവാണ്. പിന്നീട് ചുങ്കത്തറ പഞ്ചായത്തിന്റെ കുറച്ച് ഭാഗവും എടക്കര പഞ്ചായത്തിന്റെ കുറച്ച് ഭാഗവും ചേർത്താണ് പോത്തുകല്ല് പഞ്ചായത്ത് രൂപീകരിക്കുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ പോത്ത് പഞ്ചായത്തിലായി. അതാണ് അങ്ങനെ ആ പോത്തുകല്ലിലേക്കാണ് ഇന്ന്. അതെ അതെ. അല്ല, പ്രേക്ഷകർ സംശയിക്കുവേ, നിങ്ങൾ എന്ത് മനുഷ്യരാണ്, നിങ്ങൾ ചായ ഒക്കെ കുടിച്ച് നിൽക്കുന്നു. സ്വരാജിന് എനിക്ക് ചായ കുടിക്കുന്ന ശീലമില്ല. ഇല്ലല്ലേ? ചായ കാപ്പി പാല് ഇല്ല. ഇല്ല. കട്ടൻ ചായ ഇല്ല. ഇല്ല. ഇപ്പൊ വെറും ചൂടുവെള്ളം. ചൂടുവെള്ളത്തിൽ തന്നെ ഈ പറഞ്ഞല്ലേ നമ്മൾ ജീരകം, കരിങ്ങാലി, അങ്ങനെയുള്ള ഫ്ലേവറുകൾ ഇഷ്ടമാണ്. അതിങ്ങനെ മാറി മാറി എന്തെങ്കിലുമൊക്കെ ജീരകമോ ഉരുവയോ. ഇത്രയും പാർട്ടി പരിപാടിക്കും യാത്രയൊക്കെ ചെയ്തിട്ടും ചായ അതെങ്ങനെ വിട്ടുപോയതാണ്? ഇല്ല, അത് തീർത്തും ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുടിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഏതാണ്ടൊരു 10-35 വർഷമായിട്ട് ഇല്ല. കുട്ടിക്കാലത്ത് തന്നെ നിർത്തിയതാണ്. നമ്മുടെ ഈ അതിഥി സൽക്കാരത്തിൽ ഒരു പ്രിയപ്പെട്ട ഐറ്റമാണ് ഈ ചായ. എവിടെ ചെന്നാലും ചോദിക്കാതെ പോലും ഇപ്പൊ ചായ ഒക്കെ ഇട്ടുകൊണ്ട് വരുമ്പോ എന്ത് ചെയ്യും? അത് ചിലർക്കൊരു വിഷമാണത്. കടുപ്പത്തോടെ പറയുമോ എനിക്ക് വേണ്ടത്? അങ്ങനെ പറയുന്നതാണ് സുഹൃത്തുക്കൾ പറയുന്നത്. മാരകം. കാരണം അവരെ വിഷമിപ്പിക്കേണ്ടെന്നൊക്കെ ഓർത്ത് അങ്ങനെ കുടിച്ച അനുഭവം ഉണ്ടോ? ഇല്ല, കുടിച്ചിട്ടില്ല. ചായയുടെ കാര്യത്തിൽ പോലും വിട്ടുവീഴ്ച. സ്വരാജിനെ കുറിച്ച് പറയാറുണ്ട്, ബോധ്യങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് പറയാറുണ്ട്. അത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ, ചായയുടെ കാര്യത്തിൽ പോലും. അത് അങ്ങനെയല്ല, ചായ വേണ്ട തീരുമാനിച്ചതാണ്. അതാണ് ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതെങ്ങനെയാണ്? അത് ഒരു ഉള്ളിലൊരു ബോധ്യം, ഒരു തീരുമാനം വന്നാൽ പിന്നെ അതിൽ ഞാൻ അവിടെ നിന്നൊരു വലിയ ലാൻഡ്സ്കേപ്പിലേക്കാണ് ആ വിഷയത്തെ കൊണ്ടുപോയത്. സ്വരാജ് എങ്ങനെയാണ് ആ ഒരു ആളുകൾക്ക് അങ്ങനെ ഒരു വലിയ ബോധ്യമുണ്ട്? സ്വരാജ് ഒരു കാര്യം പറഞ്ഞാൽ അത് പാർട്ടി ബോധ്യത്തിൽ നിന്നും പാർട്ടി നിലപാടിൽ നിന്ന് തന്നെയാണ് പറയുന്നത്, അല്ല ഒരു വ്യക്തിപരമായ കാര്യമൊന്നുമല്ല. പക്ഷേ അത് ആളുകൾക്ക് അങ്ങനെ ഒരു വലിയ സംസാരമുണ്ട്, ചിന്തയുണ്ട്. ഇപ്പോൾ കൂടിയിട്ടുണ്ട്, അത് സ്ഥാനാർത്ഥിയും കൂടെ ആയപ്പോൾ. അല്ല, അത് ചായയായിട്ട് ബന്ധമില്ല. ഞാനതാ പറഞ്ഞ ഒരു വിപുലമായ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതല്ല, അതില് ഒന്നുള്ളത്, ഞാനിപ്പോൾ ഒരു വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചാൽ മരണം വരെ ആ നിലപാടിൽ നിന്ന് മാറില്ലെന്നോ എന്തൊക്കെ സംഭവിച്ചാലും ആ നിലപാടിൽ തന്നെ നിൽക്കുമെന്നോ അർത്ഥമില്ല. അതെന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു പെശക് സംഭവിക്കാം. ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ ഒരു പെശക് സംഭവിച്ചാൽ അത് അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്ന് തോന്നിയാൽ അത് തിരുത്താൻ എനിക്കൊരു മടിയുമില്ല. അതിൽ ദുരഭിമാനമില്ല, അതിലൊരു മടിയുമില്ല. അത് ഏറ്റുപറയുകയും അത് തിരുത്തുകയും ചെയ്യും. അതൊരു സാധാരണ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. പക്ഷേ ഇതുവരെ അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ കാരണം അന്ന് ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ നിലപാടിൽ മാറ്റം വരുത്തേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. അതിലങ്ങനെ ഒരു പിശകായ സാഹചര്യം വന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഭാവിയിൽ ഒരു പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറെ കൂടി ശരിയായ നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് വന്നാൽ അത് സമൂഹത്തിൻ്റെ മുൻപാകെ പറയുകയും മാറ്റുകയും ചെയ്യും. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല എന്നതാണ്, ഇതുവരെ വന്നിട്ടില്ല. സ്വരാജ്, ഇത് മുമ്പ് പലതവണ ചർച്ചകളിലോ അഭിമുഖങ്ങളിലോ ഒക്കെ പറഞ്ഞും കേട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഇപ്പോൾ ആളുകളുടെ മുമ്പിൽ ഒരുപാടുണ്ട് താനും. ഇതിലൊരു പ്രധാനപ്പെട്ട ഇപ്പം നിലമ്പൂരിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ എൻ്റെ ഒരു ഞാനും കണ്ടതാണ് അന്നത്തെ LDF കൺവെൻഷനിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും LDF നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന വേദിയിൽ സ്ഥാനാർത്ഥിയായിട്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ ഈ നിലമ്പൂരുകാരെയൊക്കെ കണ്ട് വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്നൊരു സ്വരാജിനെ കണ്ടിരുന്നു. അന്ന് ആ വേദിയിൽ ഇരിക്കുമ്പോൾ മനസ്സിലൂടെ കടന്നുപോയ ഓർമ്മകളോ ചിന്തകളോ ആലോചനകളോ എന്തായിരുന്നു? സാധാരണ നിലയിൽ ഇപ്പോൾ LDFന്റെ അസംബ്ലി നിയോജക മണ്ഡലം കൺവെൻഷൻ, ആ കൺവെൻഷനിൽ ഞാൻ മുമ്പ് പലതവണ പങ്കെടുത്തിട്ടുള്ളതാണ്. അത്തരം കൺവെൻഷനുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജനാവലിയുണ്ട്. അത് കുറച്ച് നല്ല രാഷ്ട്രീയ അന്തരീക്ഷമാണെങ്കിൽ പോലും പരമാവധി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജനാവലിയുണ്ട്. നമുക്ക് വോട്ട് ചെയ്യുന്ന എല്ലാവരും ഇങ്ങനെയുള്ള കൺവെൻഷനുകളിലൊന്നും വരില്ലല്ലോ. അത് അവരുടെ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാ പ്രതീക്ഷയിലും കവിഞ്ഞ ഒരു മഹാജനസഞ്ചയമായിരുന്നു. അപ്പം ഞങ്ങൾ ആ കൺവെൻഷനിലേക്ക് മറ്റൊന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ട് വരുമ്പോൾ, കൺവെൻഷൻ തുടങ്ങിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നിലമ്പൂർ പഴയ ജ്യോതി തിയേറ്റർ ഉണ്ട്, ഇപ്പോൾ ആ തിയേറ്റർ ഇല്ല. ആ സ്ഥലത്തിന് ജ്യോതിപ്പടി എന്നാണ് പറയുക. ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ മുതൽ തന്നെ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ നൂറുകണക്കിന് ആളുകൾ അവിടെ നിന്ന് നടക്കുകയാണ് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, കോടതി റോഡും മെയിൻ റോഡ് CNG റോഡിലും എല്ലാമായി നൂറുകണക്കിന് ആളുകൾ, അകത്തുള്ളത്രയും ആളുകൾ പുറത്തുമുണ്ട്. അപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള അബ്ദുൽ വഹാബിൻ്റെ വീടൊക്കെ അവിടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ആ ഗേറ്റിൻ്റെ മുൻപിലുള്ള പ്രദേശം അതെല്ലാം അദ്ദേഹത്തിൻ്റെ വീടെന്തോ ഗരാവോ ചെയ്യുന്ന പോലെയാണ്. ആളുകളിങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് ഇതുവരെ
ഒരു LDF കൺവെൻഷനിൽ, LDF അല്ല UDF ഒരു പാർട്ടിയുടെയും കൺവെൻഷനിൽ ഇങ്ങനെ ഒരു വലിയ ജനസഞ്ചയം വന്നിട്ടില്ല. ഒരു ആർത്തിരമ്പുന്ന ഒരു മഹാജനസാഗരം എന്നൊക്കെ പറയുന്നു. നമ്മുടെ മഴയില്ലാത്തതുകൊണ്ടാണ്. മഴയുണ്ടെങ്കിൽ അവിടെ വലിയ പ്രയാസങ്ങൾ വന്നു വിട്ടേനെ. അപ്പോൾ അതിൻ്റെ ഒരു വിസ്മയം, അതിൻ്റെ ഒരു ആവേശം, അതിൻ്റെ ഒരു അവിശ്വസനീയത ഒക്കെ ആ സന്ദർഭത്തിൽ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പിന്നീട് ലൈവിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ ഇരിക്കുന്ന സ്വരാജിന്റെ കണ്ണിൽ ഈ ഒരു വല്ലാത്തൊരു ഇതിന്റെ ഒരു അത്ഭുതമോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയിൽ കവിഞ്ഞതാണ്. ആ പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു പ്രതികരണം ഐക്യദാർഢ്യം വന്നപ്പോഴുള്ള ഒരു വിസ്മയമാണ് അത് കാണാനുണ്ടായിരുന്നു, ആ വിസ്മയം. അതുപോലെ അവിടെ തോമസ് MLA സംസാരിച്ചപ്പോൾ ഈ ബൈബിള് ഞങ്ങളൊക്കെ വായിച്ചതാണ് ഏറ്റവും അധികം വായിച്ച മനുഷ്യരെന്ന് വിചാരിച്ചപ്പോൾ അതിനെയും കവച്ചു വെച്ച് മുന്നോട്ട് പോയ ആളാണ് സ്വരാജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിലമ്പൂരിൻ്റെ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് നടന്ന, പിന്നീട് SFI ആയി DYFI ആയി ഒക്കെ, പിന്നെ പാർട്ടിയായി ഒക്കെ മാറി ഈ നിലമ്പൂരിലൂടെ ജീവിച്ച ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നയാളാണ്. ആ നിലമ്പൂർ യഥാർത്ഥത്തിൽ അവിടെ ഒരു ജന്മനാട്ടിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ നിലമ്പൂരിനെ എങ്ങനെയാണ് സ്വരാജ് മനസ്സിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്? നിലമ്പൂർ ഒരു സെക്കുലർ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു നാടാണ് ഇപ്പോഴും. അതിൻ്റെ തെരഞ്ഞെടുപ്പുകളിലെയും മറ്റും റിസൾട്ടിൻ്റെ സൂക്ഷ്മതകളിലേക്ക് കടന്നാലൊക്കെ അത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. അതിന് പുറമെ നിലമ്പൂരിനൊരു വലിയ ചരിത്രമുണ്ട്. എല്ലാ നാടിനും ഉണ്ട് വലിയ ചരിത്രം. നിലമ്പൂരും ഒരു ചരിത്ര സമ്പന്നമായ നാടാണ്. ഒരുപാട് സവിശേഷതകൾ, പ്രത്യേകതകളൊക്കെ ഉള്ളതാണ്. അവിടെ അന്ന് സംസാരിക്കുമ്പോൾ കുറിച്ചൊക്കെ പറഞ്ഞത് അതോ ഈ നിലമ്പൂർ ഒരു രാജ്യമായിരുന്നു പണ്ട്. ബ്രിട്ടനോട് ഏറ്റുമുട്ടി ഒരു സ്വതന്ത്ര രാജ്യം വന്നതിൻ്റെ ആസ്ഥാനമായിരുന്നു നിലമ്പൂർ. അതിൻ്റെ വലിയ മഹത്തായ സമരത്തിൻ്റെ പൈതൃകമുണ്ട്. പിന്നീട് ഈ നവോത്ഥാന മൂവ്മെൻറ്റുകൾ, സാമൂഹ്യ പരിഷ്കരണം, അതിൻ്റെ ഭാഗമായി അതാണ് ഞാൻ പറഞ്ഞത് EKM, ഇജ്ജൊരു നല്ല മനുഷ്യനാകാൻ നോക്ക്. അതാണ് ഈ നാട്ടുഭാഷയിൽ പറയുന്നതാണ്. നീ ഒരു നല്ല മനുഷ്യനാവുക എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ EKM. അപ്പോൾ അത് ആ കാലത്ത് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഒരു മാനവികതയുടെ ആശയം മുൻപോട്ട് വെക്കുകയാണ്. ഇന്നലെ ഞങ്ങളുടെ മയ്യന്താനി എന്ന് പറയും, ഇവിടെ നിലമ്പൂർ നഗരസഭാ പ്രദേശത്തെ ഒരു സ്വീകരണ കേന്ദ്രത്തിൽ EKMന്റെ മകൾ പങ്കെടുക്കുകയുണ്ടായി. EK ഐഷ. എനിക്ക് വലിയ ബഹുമാനവും ഒക്കെ. ഞാൻ EK ഐഷ, അവരുടെ സഹോദരിയുടെ മകൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ EKM അദ്ദേഹത്തിൻ്റെ സമകാലീനർ തുടങ്ങി വെച്ച ഒരു മഹത്തായ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയുള്ള സാമൂഹ്യ നവോത്ഥാന ശ്രമമുണ്ട്. അതിൻ്റെ ആ ഒരു ധാരയിൽ ഡോക്ടർ ഉസ്മാൻ KG ഉണ്ണി, നിലമ്പൂർ ബാലൻ, അതുപോലെ നമ്മുടെ ഐഷാത്ത അതിനുശേഷം അവർ ആശുപത്രി വിട്ടുടനെ വൈകുന്നേരം സ്വീകരണ യോഗത്തിൽ വന്നു. ഇവിടെ കുറച്ചപ്പുറത്ത് സ്വീകരണ യോഗത്തിൽ വരുന്നുണ്ടായി. ഇവരെല്ലാം ഉള്ള ഒരു ഉഴുതുമറിച്ച ഒരു മണ്ണാണ്. നമ്മുടെ KT മുഹമ്മദ് ഇത് ഭൂമിയാണ് എന്ന നാടകം എഴുതിയത് ഈ നിലമ്പൂരിൽ വെച്ചാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. നിലമ്പൂർ തേക്കെല്ലാവർക്കും ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ നിലമ്പൂരാണ്. കനോലി പ്ലോട്ട് ഇപ്പോഴും ഉണ്ട്, സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് പോകുന്ന സമയത്ത്. അതുപോലെ തന്നെ നിലമ്പൂരിൻ്റെ മണ്ണ് സ്വർണ്ണസ്പർശമുള്ള മണ്ണാണെന്നാണ് പറയുക. ഞാൻ പണ്ട് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കാണും ഈ തലച്ചുമടായിട്ട് മരുവി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്വർണ്ണം അരിക്കാൻ, മാനുവലായി അരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചട്ടി പോലെയുള്ള ഒരു സാധനം. അപ്പോൾ അത് നൂറുകണക്കിന് ആളുകൾ അങ്ങനെ പോയിട്ട് സ്വർണ്ണം അരിച്ചെടുക്കുന്ന ഒരു മണ്ണായിരുന്നു ഇത്. ചാലിയാറിൻ്റെ ഉത്ഭവം ഈ മണ്ഡലത്തിൻ്റെ ഒരറ്റത്ത്, സൂക്ഷ്മമായി നോക്കിയാൽ തമിഴ്നാടാണ് വരിക, ആ ഒരു ഭൂപ്രദേശത്തു നിന്നാണ് ആരംഭിക്കുന്നത്. അത് ചാലിയാർ ഏറ്റവും ഇപ്പോഴും മലിനമല്ലാത്തൊരു നദിയാണ് ചാലിയാർ. എന്നാലും അതിൻ്റെ ഏറ്റവും എന്താ പറയുക, സംശുദ്ധമായി ഒഴുകുന്ന ഒരു ഭൂപ്രദേശമാണ് നിലമ്പൂർ. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ നിലമ്പൂരിനുണ്ട്. ജാലവിദ്യക്കാരുടെ നാടാണ്. ഒരു നൂറുകണക്കിന് ജാലവിദ്യക്കാർ, മലയത്തിനും മുതുകാടിനെയും ഒക്കെ പോലെ പ്രശസ്തർ, അതിപ്രശസ്തർ മുതൽ സാധാരണക്കാർ വരെ, ഇങ്ങനെയെല്ലാമുള്ള സവിശേഷതകളുള്ള ഒരു നാടാണ്. മുമ്പ് ഭൂസമരങ്ങൾ അതിശക്തമായി നടന്നൊരു നാടാണ്. കുഞ്ഞാലി നേതൃത്വം കൊടുത്ത ഭൂസമരങ്ങളുണ്ട്. അങ്ങനെ ഭൂമിയില്ലാത്ത മനുഷ്യർക്ക് ഭൂമി നേടിക്കൊടുത്ത് അവസാനം അവർ കുഞ്ഞാലിയോടുള്ള ആദരവിൻ്റെ സൂചകമായി കുഞ്ഞാലി കോളനി, നിങ്ങൾ അമരമ്പലത്ത് പോയാൽ അവിടെ കുഞ്ഞാലി കോളനി കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമരചരിത്രമുള്ളൊരു നാട്. കുഞ്ഞാലി കോളനിയിൽ നിന്ന് കുഞ്ഞാലി ബൈപ്പാസിലേക്ക് നാട് മാറിയ ഒരു മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഈ കൊച്ചും നാളിൽ ആദ്യമായി സഖാവ് കുഞ്ഞാലിയെക്കുറിച്ച് മനസ്സിലാക്കിയത് എന്നാണെന്ന് നല്ല ഓർമ്മയുള്ള ആളായിരിക്കും സ്വരാജ് എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. ആ ഒരു അനുഭവം, ഞാൻ ജനിക്കുന്നതിന് 10 വർഷം മുൻപ് കൊല്ലപ്പെട്ടയാളാണ് കുഞ്ഞാലി. എൻ്റെ ഓർമ്മകളിൽ കുഞ്ഞാലി കടന്നു വരുന്നത് തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അന്ന് ഈ പ്രഭാതഭേരി ഇപ്പോഴും ഉണ്ടാവും. രക്തസാക്ഷി ദിനത്തിൽ ജൂലൈ 28-നാണ് കുഞ്ഞാലി രക്തസാക്ഷി ദിനം. ജൂലൈ 26-ന് വെടിയേൽക്കുന്നു, 69. ജൂലൈ 28-ന് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് അന്ത്യശ്വാസം വരിക്കുന്നു. അപ്പോൾ ജൂലൈ 28-ന് പുലർച്ചെ കിഴക്കൻ ഏറനാടിൻ്റെ താഴ്വരകളിലെമ്പാടും ഈ വലിയ പ്രഭാതഭേരി, നൂറുകണക്കിന് വരുന്ന ആളുകൾ, മിക്കവാറും മഴയായിരിക്കും. ആ കാലത്തൊക്കെ ജൂൺ ജൂലൈ മാസം മഴയാണ്. അപ്പം മഴ നനഞ്ഞുകൊണ്ട് പ്രഭാതഭേരി നടത്തുന്നവരുടെ മുദ്രാവാക്യങ്ങളിൽ നിന്നാണ് ഈ നാട്ടിലാകെ ലയിച്ചു ചേർന്നൊരു മുദ്രാവാക്യമുണ്ട്. മണ്ണില്ലാത്തവർക്കൊരു പിടി മണ്ണും, തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്കൊരു ചെറ്റക്കുടിലും,
മണ്ണില്ലാത്തവർക്ക് ഒരു പിടി മണ്ണും നേടിയെടുക്കാൻ നിലമ്പൂർ കാട്ടിൽ അംഗം വെട്ടിയ ധീരസഖാവെ കുഞ്ഞാലി നിങ്ങൾ മരിക്കുന്നില്ല. ആ മുദ്രാവാക്യത്തിൽ നിന്നാണ് കുഞ്ഞാലിയെക്കുറിച്ച് കേൾക്കുന്നതും പിന്നീട് മനസ്സിലാക്കുന്നതും, ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതും. പിന്നെ ഈ ബൈബിള് ജീവിതചര്യ പോലെയായ ആ ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞു. അതെന്താ വെച്ചാൽ നിലമ്പൂരിൻ്റെ പ്രത്യേകതയാണ്. നിലമ്പൂർ ഒരു കുടിയേറ്റമേ സംസ്ഥാനത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും നിലമ്പൂരിലേക്ക് ആളുകൾ കുടിയേറി പാർക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ മൈഗ്രേഷൻ്റെ ഒരു നാട് കൂടിയായിരുന്നു നിലമ്പൂർ. അപ്പോൾ അന്ന് കാരണം ഇത്രയേ ഉള്ളൂ, അന്ന് ഭൂമിക്ക് ഇവിടെ വില കുറവാണ്. അപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ ഭൂമി കിട്ടും, അവിടെ ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുക, അങ്ങനെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ വന്ന വിഭാഗത്തിൽ എല്ലാ മതസ്ഥരും ഉണ്ട്. അതിൽ ക്രൈസ്തവരും നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്രൈസ്തവ ദേവാലയങ്ങൾ ധാരാളം കാണാം. പ്രത്യേകിച്ച് വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ, പോത്തുകല്ല് പഞ്ചായത്തുകളിൽ ഈ മൈഗ്രേഷൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞങ്ങളുടെ തൊട്ട അയൽവക്കത്ത് ഒരു ക്രൈസ്തവ കുടുംബമായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള വീട്. അന്ന് വീടുകൾക്ക് തമ്മിൽ കുറേ അകലം ഉണ്ടാവും, എന്നാലും താരതമ്യേന അടുത്തുള്ള കുടുംബം ക്രൈസ്തവ കുടുംബമായിരുന്നു. അവർ ഞങ്ങൾ സത്യത്തിൽ ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ അവർ ആണ് ആദ്യമായിട്ട് ബൈബിൾ വായിക്കാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ബൈബിൾ വായിക്കുന്നത് ഒരു കൗതുകം, ആ കൗതുകത്തിൻ്റെ ഭാഗമായിട്ട് ബൈബിൾ വായിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് എനിക്കതിൻ്റെ ഭാഷയും പ്രയോഗങ്ങളും ഒക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ സൗന്ദര്യവും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അത് തുടർച്ചയായി വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഞാൻ ആദ്യമായി ഒരു പൊതുവേദിയിൽ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്, പൊതുവേദിയിൽ. അപ്പോൾ അത് 2ാം ക്ലാസ്സിൽ അതെ പഠിക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ഇവിടെ ഈ പള്ളിപ്പെരുന്നാളൊക്കെ ഉണ്ടാവും. പള്ളി പെരുന്നാൾ ഉത്സവങ്ങളെല്ലാം ഉണ്ടാവും. അത് ഇന്നത്തെ പോലെയല്ല. അന്ന് ഞങ്ങളുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളുകളായാലും അമ്പലത്തിലെ ഉത്സവങ്ങളായാലും അതൊക്കെ ഒരു സെക്കുലറാണ്. എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവരുണ്ടാവും. കുട്ടികളുടെ കലാപരിപാടികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവസാന സാമൂഹ്യ സംഗീത നാടകം ഉണ്ടാവും. ഞാൻ പലപ്പോഴും ഈ പ്രൊഫഷണൽ നാടകങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന നാടകങ്ങൾ കണ്ടിട്ടുള്ളത് പള്ളിപ്പെരുന്നാളിനും ക്ഷേത്രത്തിലെ ഉത്സവത്തിനുമാണ്. ഇപ്പോൾ രാജൻ കിഴക്കനേല, വർഗീസ് ചിന്നങ്ങത്ത്, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ, CL ജോസ്, KT മുഹമ്മദ് പുഴങ്കര, ഇങ്ങനെയുള്ള നാടകൃത്തുക്കളുടെ പേരുകൾ ഞാൻ കേൾക്കുന്നത് എങ്ങനെയാണ്. ഞാൻ ഇപ്പോഴും കണ്ട നാടകങ്ങൾ ഓർക്കുന്നുണ്ട്. ഈയിടെ രാജൻ കിഴക്കനേലെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കൊല്ലത്ത് വെച്ചൊരു പരിപാടിയിൽ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിമിഷമേ നിന്നെ തേടി എന്നൊരു നാടകം നിങ്ങൾ എഴുതിയിട്ടില്ലെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട നാടകം. വർഗീസിൻ്റെ അതുപോലെ ശിഥില ഗോപുരങ്ങൾ എന്ന് പറഞ്ഞൊരു നാടകം, ബൈബിൾ നാടകം ഉണ്ട്. അതുപോലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സോതോം ഗൊമോറ എന്ന് പറഞ്ഞൊരു നാടകം, പടഹധ്വനി, അതുപോലെ ജയ്ഭാരത് നൃത്തകലാലയം തൃപ്പൂണിത്തുറ, അവരുടെ ബാലകൾ, ഇതെല്ലാം അങ്ങനെയുള്ളൊരു കാലമാണ്. ഒരുപാട് കഥാപ്രസംഗങ്ങൾ. അത് അങ്ങനെ ഒരു കാരക്കോട് ക്ഷേത്രത്തിൽ വൃശ്ചികം 12 എല്ലാ വർഷവും ഉത്സവം ഉണ്ടാവും. ഞങ്ങൾ അങ്ങനെ ഉത്സവം കാണാൻ പോകും. അവിടെ വെച്ചാണ് 5 വർഷങ്ങൾ എന്ന പേരിൽ ഞാൻ ആദ്യമായിട്ട് ഇടക്കൊച്ചി സലീം കുമാർ എന്നൊരു പേര് കേൾക്കുന്നു. പിന്നീട് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ പോയപ്പോൾ ഒരു സ്വീകരണ കേന്ദ്രത്തിൽ വന്നു. അപ്പോൾ പഴയ ആരാധകൻ ആരോ പറഞ്ഞു, വിളിച്ചപ്പോൾ മാലിട്ട് സ്വീകരിക്കാൻ വിളിച്ചു. ഈ പേര് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഇന്ന സ്ഥലത്ത് ഇത്ര വർഷം ഈ കഥ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കണ്ടേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നത്, പാതാറിലൊരു സെൻറ്റ് ജോർജ് മലങ്കര ചർച്ച് എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്, റീത്ത് പള്ളി എന്ന് പറയുന്ന പള്ളി. അപ്പോൾ ആ പള്ളിയുടെ ഉത്സവത്തോടനുബന്ധിച്ച് കുട്ടികളുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആണ് ഞാൻ ആദ്യമായിട്ടൊരു പ്രസംഗിക്കുന്നത്. അപ്പോൾ എന്നെ പ്രസംഗിക്കാൻ സ്റ്റേജിലേക്ക് എടുത്ത്, അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് വലിയ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ എടുത്ത് മൈക്കിൻ്റെ മുന്നിൽ വെച്ചത് ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ തോമസ് തുമ്പയിൽ ചിറയിൽ എന്നായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ചുങ്കത്തറയിലേക്ക് സ്ഥലം മാറി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുകയുണ്ടായി. എന്നിട്ട് ഈ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർമ്മിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും ആ ഓർമ്മയുണ്ടോ? പിന്നീട് പ്രസംഗവേദികളിലെ സ്വരാജിനെ കണ്ട അനുഭവത്തിൽ നിന്ന് അച്ഛൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് അറിയായിരുന്നു. അത് അന്ന് വലിയ സന്തോഷമായിരുന്നു. അത് എൻ്റെ ഫോണിൽ ചിലപ്പോൾ ആ ചിത്രം ഉണ്ടാവും. ഞാൻ നോക്കി അദ്ദേഹം ഞാനും കൂടി അന്ന് 2ാമത് കണ്ടപ്പോൾ എടുത്തൊരു ഫോട്ടോ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയെല്ലാം എന്താ പറയുക, ഇടകലർന്ന് വിവിധ സമൂഹങ്ങളുമായി ജീവിച്ച ഒരു അനുഭവമാണ് കുട്ടിക്കാലത്ത് എൻ്റെ നാടിനുണ്ടായിരുന്നു. എൻ്റെ മാത്രമല്ല, എൻ്റെ നാടിൻ്റെ ആകെ അനുഭവം. അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള അതിർവരമ്പുകൾ ഞങ്ങളെ സ്വാധീനിച്ചിരുന്നില്ല. ഏത് മതത്തിൻ്റെയും കാഴ്ചപ്പാടുകളോട് ആദരവ് പുലർത്തുന്ന ഒരു സമൂഹമായിരുന്നു സത്യത്തിൽ അന്നത്തെ സമൂഹം. ഇന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, എന്നാലും എനിക്കറിയാം ഇന്നത്തെ അത്ര പോലും ഒരു വർഗീയ ചിന്ത അന്ന് ആരുടെയും മനസ്സിലുണ്ടായിരുന്നു. അല്ല, അത് പറയുമ്പോൾ വീണ്ടും നമ്മൾ നിലമ്പൂരിലെ കൺവെൻഷനിലേക്ക് വരും. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് അവസാനിപ്പിച്ചൊരു വാചകം സുരാജ് നല്ല ഓർമ്മയുണ്ടാവും. ഇവിടെ വർഗീയ കക്ഷികൾ ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് കാലുകുത്താൻ ഇവിടെ അവസരം കൊടുക്കാത്തത് കൊണ്ടാണ്. അതിലെ ഇടതുപക്ഷത്തിന്റെ നിലപാടിനെ കുറിച്ചൊന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് ഈ നാടിൻ്റെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ്. ഈ കൈമുനെ പോലെ, ഡോക്ടർ ഉസ്മാനെ പോലെ, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ നിലമ്പൂർ പാലം, നേരത്തെ പറഞ്ഞ പേരുകളെല്ലാം, KG ഉണ്ണീനും അവരെല്ലാം, ഐഷാത്ത, ഇവരൊക്കെ മുൻപോട്ട് വെച്ച ഒരു പുരോഗമനോന്മുഖമായ മനുഷ്യസ്നേഹപരമായ ഒരു കാഴ്ചപ്പാട്, ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യസ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചപ്പാടിന് ഇവിടെ നല്ല വേരോട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയമൊക്കെ ശക്തിപ്പെട്ടത്.
അതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ മുഖ്യമായ പങ്കുമുണ്ട്. അതെ, അത് വളരെ വലിയൊരു ധാരയാണ്. നവോത്ഥാനത്തിൻ്റെ തുടർച്ചയിൽ ഈ ജനകീയ സാഹിത്യവും നാടകവും സംഗീതവും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ഒന്നുപോലെ പോയൊരു നാട് കൂടി. അതിൽ നിന്നാണ് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഞാൻ ഈ രാവിലെ നിലമ്പൂരിൽ നിന്ന് ഇതെല്ലാം വളരെ സാധാരണ സ്വരാജിനോട് കടുകട്ടി കാര്യങ്ങൾ ചോദിച്ച് അതിഗംഭീരമായി മറുപടി കേൾക്കാനിരിക്കുന്ന ഞങ്ങൾ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് കുറച്ചൊരു മര്യാദ പാലിച്ചതാണ്. അതുകൊണ്ട് ഈ ബൈബിളിൽ ഈ മഴ പെയ്യുന്ന രാവിലെ നിലമ്പൂരിൽ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ ഹൃദിസ്ഥമായ ബൈബിളിലെ ഈ പ്രഭാതത്തിന് ചേരുന്ന ഏറ്റവും മനസ്സിൽ തങ്ങുന്ന കാര്യം പറയാവുന്നത് എന്താണ്? അത് സത്യത്തിൽ ഈ പ്രഭാതത്തിന് ചേരുന്നതെന്ന് മാത്രമല്ല, നമ്മൾ കാണേണ്ട ഒരു കാര്യം ബൈബിളിൽ പ്രധാനമായിട്ടും സുവിശേഷങ്ങൾ എടുത്താൽ ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം, അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ മർക്കോസിൻ്റെ ഒക്കെ പറഞ്ഞ സുവിശേഷങ്ങളാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. പഴയ നിയമം മറ്റൊരു ഭാഗമാണ്, അത് വേറൊരു കാര്യം. അതിലെ ഓരോ വാചകത്തിനും വലിയ അർത്ഥദീപ്തിയുണ്ട്, അർത്ഥവ്യാപ്തിയുണ്ട്. ആളുകളത് തെറ്റിദ്ധരിച്ച് പലതും പറയുന്നുണ്ട്. അത് ശരിയായ നിലയിൽ വ്യാഖ്യാനിച്ചാൽ അത് ഓരോ വാചകങ്ങളും ഓരോ അധ്യായങ്ങളായി വികസിപ്പിക്കാൻ കഴിയും, ഓരോ അധ്യായങ്ങളും ഓരോ ഗ്രന്ഥങ്ങളായി വികസിപ്പിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അതിൽ പലതും എന്നെ ആകർഷിച്ചതുമാണ്. നിങ്ങളിപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് പെട്ടെന്ന് പറയാൻ പെട്ടെന്ന് നാവിൻ തുമ്പിലെത്തിയത് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ സ്നേഹത്തെക്കുറിച്ച് വിശദീകരിക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിന്നെ സ്നേഹിക്കുന്നവരെ നീയും തിരികെ സ്നേഹിക്കുന്നതിൽ എന്തുണ്ട് കാര്യം? അതിലൊരു കാര്യമില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളോട് ഒരാൾക്ക് ഇഷ്ടമുണ്ട്, ഒരാൾക്ക് സ്നേഹമുണ്ട്, അയാളെ നിങ്ങൾ തിരിച്ചും സ്നേഹിക്കുന്നു, അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് മത്തായിയുടെ സുവിശേഷം പറയുന്നത്. ചുങ്കക്കാരും ചെയ്യുന്നത് അത് താനല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്തിലാണ് കാര്യമെന്ന് പറയുന്നുണ്ട്. നിന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കുക, നിന്നെ എതിർക്കുന്നവരെ സ്നേഹിക്കുക. അപ്പം നിന്നെ വെറുക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ നീ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. അതാണ് പ്രതിഫലേച്ഛയില്ലാതെ അല്ലെങ്കിൽ തിരികെയൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാ മനുഷ്യരോടും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളോടുമുള്ള സ്നേഹമെന്ന ആ ആശയം മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. നിന്നെ സ്നേഹിക്കുന്നവരെ നീയും തിരികെ സ്നേഹിക്കുന്നു എന്നതിൽ എന്തുണ്ട് കാര്യം എന്ന് ചോദിക്കുകയാണ്. ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും ആളുകളെ പിഴിഞ്ഞ് പൈസ വാങ്ങുന്ന അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവരെ മോശമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ പോലും അത് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നീ നിന്നെ വെറുക്കുന്നവരെയും സ്നേഹിക്കുക എന്നതാണ്. അത് ഒരുപക്ഷെ ലോകത്തിൽ എല്ലാ സംഘർഷങ്ങളുടെയും കാലത്ത് ഓർത്തിരിക്കേണ്ട ഒരു വാചകമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ കാണുമ്പോൾ അകന്നു നിൽക്കുന്നവർ അല്ലെങ്കിൽ അല്പം അകൽച്ചയുള്ളവർ, രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവർ, അവരെയെല്ലാം കൂടുതലായി ഒപ്പം കൂട്ടാൻ കഴിയുന്ന തരത്തിൽ കൂടി ഈ ബൈബിൾ സന്ദേശത്തിൽ നിന്ന് വേണമെങ്കിൽ സ്ഥാനാർത്ഥിയോട് ചോദിക്കാവുന്നതാണ്. അല്ല, എല്ലാ മനുഷ്യരും സാധാരണ നിലയിൽ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നത് നന്നായിരിക്കും എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാഴ്ചപ്പാടുകൾ വിയോജിപ്പുകൾ ഉണ്ടാവാം, എന്നാൽ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ മനുഷ്യർക്ക് ഒരുമിക്കാൻ പറ്റും, യോജിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മനുഷ്യരുടെ വിപുലമായ കൂട്ടായ്മകൾ, ഐക്യം വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വളരെ ചുരുക്കത്തിൽ രണ്ട് കാര്യങ്ങൾ. എന്താണ് നിലമ്പൂരിൽ പിണറായിസം? അല്ല, ഈ പിണറായിസം എന്ന് പറയുന്നത് തന്നെ ഒരു കളിയാക്കാൻ വേണ്ടി മറ്റേ ഇടതുപക്ഷ വിരുദ്ധരായ ആളുകൾ പ്രയോഗിച്ചൊരു വാക്കാണ്. സത്യത്തിൽ അങ്ങനൊരു വാക്കില്ല. അത് മാത്യു ടി തോമസ് ഇവിടെ ഭംഗിയായിട്ട് കൺവെൻഷനിൽ പറഞ്ഞു. ക്യാപിറ്റലിസം, സോഷ്യലിസം, മാർക്സിസം, കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. ലെനിനിസം പോലും അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. അത് മാർക്സിസത്തിൻ്റെ ഒരു വികാസം എന്ന നിലയിൽ സംഘടനാ തത്വങ്ങളുടെ ഭാഗമാണ്, അങ്ങനെ വിശേഷിപ്പിക്കപ്പെടും. വേറൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ പിണറായിസം എന്ന് പറയുന്നത് ഒരു ആക്ഷേപ വാക്കായി പറഞ്ഞതാണ്. പക്ഷേ കേരളത്തിൻ്റെ സവിശേഷതകളുടെ ഒരു വിളിപ്പേരായി അതിനെ ഇന്നത്തെ ലോകം കണ്ടു. അതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ChatGPT-യോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, ക്ഷേമ പദ്ധതികൾ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ് പിണറായിസം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എതിരാളികളോട്, രാഷ്ട്രീയ പ്രതിയോഗികളോട് അഭ്യർത്ഥിക്കാറുള്ളത്, നിങ്ങൾ കളിയാക്കാനും ആക്ഷേപിക്കാനുമായി ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിലും കുറച്ച് കരുതലോടെ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് മാറും എന്നാണ്. 11-16 UDF കാലവും 16 മുതൽ ഈ 25 വരെ എത്തിയ LDF കാലവും തമ്മിൽ താരതമ്യം ചെയ്യാൻ ഈ പിണറായിസം എന്ന അവർ തെറ്റായി ഉദ്ദേശിച്ചതാണെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ നിലമ്പൂരിൽ? തീർച്ചയായും വളരെ ചൂണ്ടിക്കാണിക്കാവുന്ന അടയാളങ്ങളുണ്ട്. ഇപ്പം പണ്ട് UDF നിങ്ങൾ ഈ പറഞ്ഞ UDF-ൻ്റെ ഭരണകാലത്ത് കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നു. ആദ്യം 1/2 മണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, പിന്നെ അപ്രഖ്യാപിത പവർ കട്ട്. വ്യവസായങ്ങൾക്ക് 100% വൈദ്യുതി ഇല്ല. ഇതായിരുന്നു. ഇപ്പം അത് മാറി. ഇപ്പം പവർ കട്ടില്ല. അപ്പോൾ കോൺഗ്രസ്സുകാരനായ ഒരാൾ ചിലപ്പോൾ രാഷ്ട്രീയ വിയോജിപ്പുണ്ടാവും, വിമർശനമൊക്കെ ഉണ്ടാവും, എന്നാലും ഇത് തെറ്റാണ്, ഞങ്ങളുടെ കാലത്തെ പോലെ പവർ കട്ട് വേണം എന്നാഗ്രഹിക്കില്ല. അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യരുടെ എന്ന നിലയ്ക്ക്. അപ്പോൾ ക്ഷേമ പെൻഷൻ 1600 രൂപ കൊടുക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ 2 ഗഡു പെൻഷൻ വാങ്ങിയ ആളുകളെ കണ്ടു ഞാൻ. UDF കാലത്ത് അത് മുടങ്ങിപ്പോയിരുന്നില്ല. UDF ആണെന്നുകൊണ്ട് ഒരാൾ ആഗ്രഹിക്കുക ഇത് പഴയ പോലെ മുടങ്ങണം, ഇത് വേണ്ട അങ്ങനെ പറ്റില്ല. അപ്പോൾ നാടിൻ്റെ നന്മകൾ, ഈ വരുന്ന നേട്ടങ്ങൾ അത് പൊതുവിൽ അംഗീകരിക്കും, എല്ലാവരും സ്വീകരിക്കുകയും ചെയ്യും. രാഷ്ട്രീയമായി ചിലപ്പോൾ വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിലും ഇത് സ്വീകരിക്കുന്ന
ഭിന്ന രാഷ്ട്രീയക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുക. അവരും ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഭരണം ഒരു ടൈം കൂടി തുടർന്നാൽ കുറെ കൂടി ഇത്തരം കാര്യങ്ങൾ മെച്ചപ്പെടുമല്ലോ എന്ന ചിന്ത അവരുടെയും മനസ്സിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരേ ഒരു രാഷ്ട്രീയ ചോദ്യം, അതായത് 9 വർഷം MLA ആയിരുന്ന PV അൻവർ UDF സഹകരിക്കുമെന്നാണ് പൊതുവെ കരുതിയിരുന്നത്. ഇപ്പോൾ അൻവർ എതിർ സ്ഥാനാർത്ഥിയായി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തെ വോട്ടുകളും മുൻ MLA എന്ന നിലയിൽ അൻവറിലേക്ക് പോകാൻ ഏതെങ്കിലും തരത്തിലൊരു സാധ്യതയുണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം, നിലമ്പൂരിലെ ഇടതുപക്ഷം, അതിന് നേതൃത്വം കൊടുക്കുന്ന CPIയും അതിനൊക്കെ ഒരു മഹത്തായ പാരമ്പര്യവും ചരിത്രവുമുണ്ട്. അത്തരം ഒരു ആശങ്കയും ഞങ്ങൾക്കില്ലാത്തത് ആ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ്. ഇവിടെ ചരിത്രത്തിലെ പല സന്ദർഭങ്ങളെയും നേരിട്ട് കടന്നു വന്ന ഒരു അനുഭവമാണുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി LDF തീരുമാനിക്കുമ്പോൾ ഇവിടെ കുറച്ച് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു പാർട്ടിക്കാർക്കിടയിൽ, പാർട്ടി പ്രവർത്തകർക്കിടയിൽ. അവരത് പരസ്യമായി പ്രകടിപ്പിച്ചു, വലിയ പ്രകടനമൊക്കെ നടന്നൂടെ. പക്ഷേ പാർട്ടി ആ തീരുമാനം അങ്ങ് പ്രഖ്യാപിച്ച് നടപ്പാക്കിയപ്പോൾ ആ പ്രകടനം നടത്തിയവർ തന്നെ അത് ഏറ്റെടുത്തു. അത് വിജയിപ്പിക്കാൻ വാശിയോടെ പ്രവർത്തിച്ചു. ഒറ്റക്കെട്ടായി നിന്ന് അദ്ദേഹത്തെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ചെയ്തു. ആ ഒരു കെട്ടുറപ്പ് ഇവിടെയുണ്ട്. അല്പം വികാരപ്രകടനമൊക്കെ നടത്തിയാൽ പോലും ആ തീരുമാനം അവർ ഏറ്റെടുത്തു. ഇപ്പോഴാവട്ടെ മറ്റത്തരം വിയോജിപ്പുകളുടെ കണിക പോലും ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ കാണാനില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ആ കെട്ടുറപ്പാർന്ന ഒരു ജനസഞ്ചയമാണ്. അതിൽ നിന്നും ഒരൊറ്റ വോട്ട് പോലും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകുമെന്ന ആശങ്ക ഒരു ഇടതുപക്ഷം അനുഭാവിക്കുമില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ വലതുപക്ഷ പ്രവർത്തകർക്കും ഇല്ല. അതാണ് സത്യം. അപ്പോൾ ഏതായാലും സ്വന്തം നാട്ടിലേക്ക് വോട്ടഭ്യർത്ഥിച്ചു പോകുന്നതിനിടയിലാണ് സ്ഥാനാർത്ഥിയെ പിടിച്ചു നിർത്തി ഇത്രയൊക്കെ വർത്താനം പറഞ്ഞത്. അപ്പോൾ വിജയാശംസകൾ. നല്ല ചർച്ച കാണുന്ന മനുഷ്യർക്ക് കൂടി വേണ്ടിയാണ് വിജയിച്ച് വരുന്ന ഒരു നല്ല കാലത്തിൻ്റെ ഒരു നല്ല സാധ്യതയിലേക്ക് തന്നെ പോകട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.